ഇതെന്താ സ്പെഷ്യൽ? ഒരു വെറൈറ്റി മീൻ കറി ആയാലോ? ഓക്കേ, കമോ. അപ്പോൾ ഈ വെറൈറ്റി ടേസ്റ്റി മീൻകറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഒരു ജാറിലേക്ക് ഒരു 12 ചെറിയുള്ളി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ മസാല റെഡിയാവും. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ ചട്ടി വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ആ അരച്ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാല കരിഞ്ഞു പോകില്ലെങ്കിൽ. ഇനി ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഒന്ന് മൂപ്പിക്കണം. ഇപ്പോൾ ഓയിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടിയുടെ റോ സ്മെല്ലൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു 2-3 ചെറിയ പീസ് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അരപ്പ് നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരയില 2 പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ മുകളിലായിട്ട് ഒരു കറിവേപ്പിലയുടെ തണ്ടോട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ദേ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.